السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأفضل الصلاة وأتم السلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെച്ച് അവിടുത്തെ അനുകരിക്കുക, ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കൂടുതൽ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ഏതെങ്കിലും നമ്മൾ ചെയ്യാത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാം ആ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ഏതൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയുണ്ട്. നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം ആരംഭിക്കുന്നത് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാരെങ്കിലും ചെയ്യാറുണ്ടോ? ഇതൊന്ന് മനസ്സിലേക്ക് ആ ഒരു ചിന്ത കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഇതാരെങ്കിലും ചെയ്യാറുണ്ടോ? ചെല്ലാറുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഇല്ലാത്തവർ അത് ചെയ്തിരിക്കണം. അഥവാ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മൾ ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. അല്ലാഹുവെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഞങ്ങളെ നീ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഹയാത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനത്തെ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ള ചെയ്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. എഴുന്നേറ്റ ഉടനെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ മരിപ്പിച്ചതിന് ശേഷം ഹയാത്താക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ഉറക്കിയതാണ്. ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ്. അന്നൗമു അഖുൽ മൗത്തി. ഉറക്ക് എന്ന് പറഞ്ഞത് മരണത്തിൻ്റെ സഹോദരനാണ്. ഏതാണ്ട് മരണത്തോട് തുല്യമായൊരു കാര്യമാണ്. അങ്ങനെ നമ്മളെ ഉറക്കിക്കെടുത്തി പിന്നെ നമ്മളെ വീണ്ടും ഉണർത്തി ഹയാത്തിലേക്ക് കൊണ്ടുവന്നു. എത്ര ആളുകൾ ഉറങ്ങിയതാണ്, പിന്നെ എണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിന് മരണപ്പെട്ടതായിട്ട് നമ്മൾക്ക് എത്ര ആളുകൾ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടു. ചോറ് കഴിച്ച് കിടന്നതാണ്, പിന്നെ എണിച്ചിട്ടില്ല, പിന്നെ വിളിച്ചു നോക്കുമ്പോൾ ആൾ മയ്യത്താണ്. അതൊന്നുമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഉറങ്ങിക്കിടന്ന് നമുക്ക് റാഹത്തായി. ഉറക്കം നമുക്ക് അല്ലാഹു തആല റാഹത്താക്കി വെച്ചതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിന് അത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഉറക്കിക്കഴിഞ്ഞു. ഉറക്കത്തിൽ നിന്ന് രണ്ടാമത് പിന്നെയും നമ്മെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തണ്ടേ? അതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. അവനിലേക്കാണ് പിന്നെ രണ്ടാമത് മരണപ്പെട്ട് ഹയാത്തായിട്ട് പോവേണ്ടതും മടങ്ങി ചെല്ലേണ്ടതും
അള്ളാഹുവിലേക്കാണ്, അവനിലേക്കാണ് എന്നുള്ള ആ ഒരു ദിക്ർ നമ്മൾ ആ സമയത്ത് പറയണം. ഇത് പറയാത്തവർ എല്ലാവരും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനകത്ത് നമ്മളിത് പറയുന്നത് അതൊന്നും നിസ്സാരമായി കാണരുത്. കാരണം അള്ളാഹു ചെയ്ത നിയമത്ത് എത്രയേ നമുക്ക് ആ നിയമത്തിനൊരു നന്ദി രേഖപ്പെടുത്തണേ. നമ്മൾ നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അള്ളാഹു താല നമ്മുടെ നിയമത്തെ എടുത്തു കളയും. നിയമത്തിന് ശുക്ർ ചെയ്തില്ലെങ്കിൽ അള്ളാഹു താല നമ്മുടെ നിയമത്ത് എടുത്തു കളയും. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ട് എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ചൊരിഞ്ഞു തരുന്നു. നമ്മളെ സുഖമായിട്ട് ഉറക്കിയിട്ട് അള്ളാഹു താല വീണ്ടും ഉണർച്ചയിലേക്ക് കൊണ്ടുവന്നു, ഉണർന്നു. അത് എപ്പോഴാണ് ഉണരേണ്ടത്? സുബഹിക്ക് മുമ്പ് ഉണരണം, അല്ലെങ്കിൽ സുബഹി വാങ്ക് കൊടുത്ത ഉടനെങ്കിലും ഉണർന്ന് എഴുന്നേറ്റ് എന്ത് വേണം? ഇത് ചൊല്ലി എഴുന്നേൽക്കുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്? ബാത്റൂമിലേക്ക് പോകും, കക്കൂസിലേക്ക് പോകും, നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റും. ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് നമ്മൾ റാഹത്താവുകയാണ്. ആ സമയത്തും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യം അവിടെയുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നമ്മൾ നിറവേറ്റുന്നുണ്ടോ? ഇടത് കാല് വെച്ച് കക്കൂസിലേക്ക് കടക്കണം. ഏത് കാല് വെച്ചാലും കടക്കുക, പക്ഷേ ഇടത് വെച്ച് കടക്കണം എന്നുള്ളത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കടക്കുന്നതിന് മുമ്പായിട്ട് ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെല്ലണം. എന്തിനാണ്? കക്കൂസ് എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരുടെ കേന്ദ്രമാണ്. അവിടെ അവരെ കൂത്താട്ടമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവരെ ശല്യമൊന്നും എനിക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനെത്തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടാണ് കക്കൂസിലേക്ക് കിടക്കേണ്ടത്. ശൈത്താൻ പിടികൂടിയ എത്ര ആളുകളുണ്ട്. ശൈത്താനിപരമായ പൈശാചികമായ രോഗങ്ങളിൽപ്പെട്ടവർ എത്ര പേരുണ്ട്. കക്കൂസിലേക്ക് കടക്കുമ്പോൾ ഇത് ചൊല്ലി കടക്കണം. അതൊക്കെ അതിനൊരു കാവലാണ്, അത്തരം ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളുടെയും ഷർറിനെ തൊട്ട് അള്ളാഹുവേ എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയണം. എന്ന് ചൊല്ലിയിട്ട് ആണ് കടക്കേണ്ടത്. അത് കക്കൂസിൻ്റെ ഉള്ളിൽ നിന്നല്ല ഉള്ളത്, പുറത്തുനിന്ന് ചൊല്ലിയിട്ട് അങ്ങോട്ട് കടക്കണം. എന്നിട്ട് അൽഹംദുലില്ലാ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മൾ വിചാരിച്ചതുപോലെ മൂത്രം പോയി, കാഷ്ടം പോയി, എല്ലാമായി. അതൊക്കെ വൃത്തിയാക്കി നമ്മൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ വലത്തേക്കാൽ ആദ്യം മുന്തിക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്താണ്. വലത്തേക്കാൽ ആദ്യം മുന്തിക്കണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പുറത്ത് വന്നതിന് ശേഷം ഗുഫ്രാനക് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി, റബ്ബേ എന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്തിനാ ഇപ്പോൾ പൊറുക്കലിനെ തേടുന്നത്? എന്തിനാ ഇപ്പോൾ കക്കൂസിൽ പോയി കാഷ്ടിച്ചതും മൂത്തിച്ചതും? അതൊരു തെറ്റായ കാര്യമാണോ? അല്ല. അവിടെ എന്തിനാണ് ആ ഗുഫ്രാനൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. അതിൻ്റെ പുറത്ത് അവിടെ അത്രയും സമയത്ത് നമുക്ക് അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാനൊന്നും പറ്റിയില്ലല്ലോ. അള്ളാഹുവിന് ദിക്ർ ചെല്ലാനൊന്നും പറ്റുന്ന സ്ഥലമല്ലല്ലോ അത്. അപ്പം അത്രയും സമയം നമ്മൾ അള്ളാഹുവിൻ്റെ ദിക്ർ ചെല്ലുന്നതിന് മുടക്കം വന്നു എന്ന നിലക്കുള്ള ഒരു പൊറുക്കനെ തേടൽ, അല്ലാതെ കുറ്റം ചെയ്തു എന്നുള്ള നിലക്കല്ല. പിന്നെ റബ്ബിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി, എന്നെ തൊട്ട് എൻ്റെ ഈ വിഷമങ്ങളൊക്കെ, കക്കൂസ് പോണ സമയത്ത് വിഷമമുണ്ട്, അത് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ട്, കാഴ്ചക്കാനുണ്ട്, അതൊക്കെ ഒഴിവാക്കി. പിന്നെ വആഫാനി, എന്നെ സുഖമാക്കി. അങ്ങനത്തെ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇത് റബ്ബിന് സ്തുതി അർപ്പിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കാണ്. എത്ര ആളുകളാണ് കാക്ഷിക്കാൻ വയ്യാതെ, മൂത്രിക്കാൻ കഴിയാതെ, മൂത്രത്തിന് പഴുപ്പൊക്കെ ഇട്ടിട്ട്, കുഴലൊക്കെ ഇട്ടിട്ട്, എന്ത്
പൈപ്പൊക്കെ ഇട്ടിട്ട് കഴിയുന്ന ആളുകൾ എത്ര ഉണ്ട്? ഒരു ബാഗും താങ്ങി പിടിച്ച് നടക്കുന്നവരൊക്കെ എത്ര ആളുകളുണ്ട് സഹോദരങ്ങൾ? നമ്മളെത്ര കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊന്നുമില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാശിക്കാനും മൂത്രിക്കാനും പറ്റിയ അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതിക്കണ്ടേ? ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി എന്ന് അവിടുന്ന് പോന്നതിന് ശേഷം ചെല്ല. ഇങ്ങനെ കക്കൂസ് പടം ഇത് എത്ര തവണ നമ്മൾ കക്കൂസിന് പോകുന്നു വരുന്നു. അപ്പം ഈ സമയത്തൊക്കെ ഇത് ചെയ്ത എത്ര സുന്നത്തുകൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുണ്ടാക്കണ്, മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്തല്ലേ? റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ? അത് ആ ബ്രഷ് ചെയ്യുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് നമുക്ക് ചെയ്താൽ അതിന് നമുക്ക് കൂലി കിട്ടുകയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. പിന്നെ അതുപോലെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പരിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്ത് സുബഹിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തൊക്കെ വെച്ച് പിന്നെ ഫർദ് നിസ്കരിച്ച് പിന്നെ പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്ത് പിന്നാണ്ട് പിന്നെ നമ്മളെന്താ വിഷയത്തിലേക്കാണ് ഇറങ്ങിയാൽ എന്തൊരു റാഹത്താണ്, എന്തൊരു ഉന്മേഷമായിരിക്കും അതിന്. നമ്മൾ ജോലിക്കോ കാര്യത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയാവണം നമ്മളെ ഒരു ജീവിതത്തിൻ്റെ തുടക്കം, ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇതേ രൂപത്തിലാവണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ മര്യാദകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ. വലത്തേ കൈ കൊണ്ട് തിന്നണം, വലത്തേ കൈ കൊണ്ട് കുടിക്കണം, വലത്തേ കൈ കൊണ്ട് വാങ്ങണം, വലത്തേ കൈ കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വലത്തേ കൈ. കക്കൂസിൽ മനോഹരം ചെയ്യാൻ മാത്രമേ ഇടത്തേ കൈ, മോശമായ കാര്യങ്ങൾക്ക്. അല്ലാത്തതിനൊക്കെ വലത്തേ കൈ ഉപയോഗിക്കണം. അത് സുന്നത്താണ്. ബിസ്മി എല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കണം, തിന്നണം. അതുപോലെ തന്നെ അത് തുടക്കത്തിൽ മറന്നുപോയെങ്കിൽ ഇടയ്ക്ക് ഓർമ്മ ആകുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വിശദമായി പറഞ്ഞാൽ വോയിസ് നീളും എന്നതുകൊണ്ടാണ് അതൊക്കെ ഹദീസിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് വലത്തേ കൈ കൊണ്ട് കുടിക്കുക, വലത്തേ കൈ കൊണ്ട് തിന്നുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹിൻ്റെ പേരും പറഞ്ഞ് വിചാരിച്ചാവണം തിന്നുന്നതും കുടിക്കുന്നതും. എത്ര ആളുകളാണ് വെള്ളം കുടിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്തേ കൈ ഉപയോഗിക്കുന്നു. ഇവരുള്ള ആളുകളും ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരം. എന്താണ് ഒരു വലത്തേ കൈ കൊണ്ട് കുടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു പ്രശ്നമില്ലല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്, ഒഴിവാക്കേണ്ട ഗ്ലാസ് ആണെങ്കിലും അത് ഇടത്തേ കൈയിലിട്ട് കുടിക്കുന്നത്. ഇനി ഒഴിവാക്കുന്നതല്ല, ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. എന്നാലിപ്പോൾ എന്താ ഉള്ളത്? നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് നമുക്ക് കഴുകണ്ടേ? ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു അസറുകൾ വല്ലതും ആ ഗ്ലാസ്സുമ്മലായി നന്ദിച്ച് അത് വേറെ ആൾ അതുകൊണ്ട് കുടിക്കുന്നില്ല, നമ്മൾ മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ ശൈത്താൻ്റെ പണി. അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ശൈത്താന് തിന്നലും കുടിക്കലും എന്തുകൊണ്ടാണ്? ഇടത്തേ കൈ കൊണ്ടാണ്. അപ്പം അതിനെയാണ് നമ്മൾ അനുകരിക്കുന്നത്. ശൈത്താൻ്റെ പണി. ശൈത്താനോടാണോ അനുകരിക്കാൻ അള്ളാഹു പറഞ്ഞത്? ശൈത്താനെ നിങ്ങൾ അനുകരിക്കരുതെന്നല്ല പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂലിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകൾ കഴിവതും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതിനെന്ത് വേണം? നമ്മൾ മനസ്സിൻ്റെ അകത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള നമ്മളെ ഈ താരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ താരങ്ങളൊക്കെ എടുത്തിട്ട് കൽബിൻ്റെ അകത്തുനിന്ന് വലിച്ചെറിയണം. നമ്മൾ ആരൊക്കെയോ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അവരെ അനുകരിക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. ആ കൽബിൻ്റെ അകത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ആ താരങ്ങളെ കാരണം കൊണ്ടാണ് നമ്മൾ അവരെ അനുകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അവരെങ്ങനെ തിന്നുന്നത്, അവരെങ്ങനെ കുടിച്ചത്, അവരെങ്ങനെ മുടി വെട്ടിയത്, അവരെങ്ങനെ ഡ്രസ്സ് ധരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഡ്രസ്സുകളൊക്കെ കണ്ടാൽ മെസ്സിയായിട്ടും വേറെയുള്ള സിനിമാ താരങ്ങളായിട്ടും മറ്റേ ഫുട്ബോൾ താരങ്ങളായിട്ടും ഇതൊക്കെ നെയ്മറോ എന്തൊക്കെയുണ്ട്, ഇവരൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ടാണ് നിസ്കാരത്തിന് പള്ളിയിലേക്കൊക്കെ വരുന്നത്. നിസ്കാരത്തിന് സഫലിങ്ങനെ നോക്കിയാൽ നെയ്മർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നിട്ടുണ്ട്, റൊണാൾഡോ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യുക? നമ്മൾ വിചാരിച്ചു പോവുക ഇവരൊക്കെ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടല്ലോ.
പുറത്തേക്ക് നോക്കിയാൽ അവരെ ആ കളിക്കാരുടെ ഫോട്ടോ, ഇത് വെച്ചിട്ടുള്ള ടീഷർട്ട് ഉപയോഗിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂല് വിരോധിച്ച, റസൂലിന് വെറുപ്പുള്ളൊരു കാര്യമാണത്. അത്തരം ഡ്രസ്സുകളൊക്കെ ധരിച്ച് നമ്മൾ ധരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ സമയത്ത് അത്തരം ഡ്രസ്സുകളൊന്നും നമ്മൾ ധരിക്കരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ട്. ഏതായാലും വളരെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ അല്ലാഹുവും റസൂലും എന്താണ് പറഞ്ഞത് അതനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുക. അതിനൊരു പ്രയാസമില്ല, 5 കാശിൻ്റെ മുടക്കില്ല, ഒരു പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സുന്നത്തുകൾ അള്ളാഹിൻ്റെ റസൂല് നമ്മളെ നിത്യജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബിൻ്റെ അകത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പൈശാചിക താരങ്ങളെയും അള്ളാഹു തആല നമ്മളെ ഖൽബിൽ നിന്ന് എടുത്തു മാറ്റി ആ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തആല സ്ഥാപിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ജീവിതത്തിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എൻ്റെ ഹബീബിനെ ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ, അവരെ ഖിയാമത്ത് നാളിലെങ്കിലും കാണാൻ റബ്ബേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.